ഹലോ ഗൈസ്, അങ്ങനെ ഞങ്ങൾ ഹൈലൈറ്റ് മോളിലേക്ക് പോവാണ്. മോന് ഉച്ചയ്ക്ക് ഫുഡൊക്കെ കൊടുത്ത് ഉറങ്ങി എണീറ്റതിന് ശേഷമാണ് ഞങ്ങൾ ഇറങ്ങിയിട്ടുണ്ടായിരുന്നത്. ഉറങ്ങി എണീറ്റാലാണ് അവനൊന്ന് ജില്ലാവുന്നത്. അതുകൊണ്ട് തന്നെ ഉറങ്ങി എണീറ്റതിന് ശേഷം പോവാന്നാണ് ഞങ്ങൾ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നത്. പുതിയ ഡ്രസ്സൊക്കെ ഇട്ട് ഷൂസൊക്കെ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ അവന് മനസ്സിലാവും എങ്ങോട്ടോ പോകാനുള്ള തയ്യാറെടുപ്പാണ്. അതുകൊണ്ട് തന്നെ എപ്പോൾ പുറത്ത് പോകാൻ ഒരുങ്ങിയാലും അവന് ഭയങ്കര ഉന്മേഷമാണ്. ഹൈലൈറ്റ് മോളിൽ പോകാനായിട്ട് ഇതിന് മുമ്പ് ഒരു ദിവസം ഞങ്ങൾ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നെങ്കിലും തക്കുടു കോട്ടയത്ത് നിന്ന് ലീവിന് വന്നിട്ട് അവളെയും കൊണ്ട് പോകാൻ വേണ്ടിയിട്ടാണ് ഇത്രയും വൈകിയത്. ഇപ്രാവശ്യം ഞങ്ങൾ പോയിട്ടുണ്ടായിരുന്നത് ഊബർ വിളിച്ചിട്ടാണ്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യമായിട്ടാണ് നാട്ടില് ഊബർ വിളിച്ചിട്ട് ഞാൻ യാത്ര ചെയ്യുന്നത്. ഓട്ടോനേക്കാളും എന്തുകൊണ്ടും ഭയങ്കരമായിട്ട് ചാർജ് കുറവാണ് ഊബർ എന്നുള്ള കാര്യം ഇപ്പോഴാണ് ഞാൻ അറിയുന്നത്. അതുകൊണ്ട് ഇനി ദൂരേക്കൊക്കെ പോകുമ്പോൾ ഇതൊരു ശീലമാക്കിയാലോ എന്നാണ് ഞാൻ ആലോചിക്കുന്നത്. വെയിലും കൊണ്ട് കഷ്ടപ്പെട്ടിട്ട് മേക്കപ്പ് കളയും വേണ്ട, ചില്ലായിട്ട് പോയിട്ട് വരികയും ചെയ്യാം. അങ്ങനെ ഞങ്ങൾ അവിടെ എത്തി. അവിടെ പോയി കുറെ കടകളിലൊക്കെ ഒന്ന് കയറി ഇറങ്ങി നോക്കിയെങ്കിലും ഒന്നും മേടിച്ചില്ല. പിന്നെ അനുശേഷം അവനൊരു ഷൂ നോക്കാനായിട്ട് കയറിയിട്ടുണ്ടായിരുന്നു. പക്ഷെ അവന്റെ കുഞ്ഞിക്കാലമയ്ക്ക് പറ്റിയ ഷൂസ് ഒന്നും ഉണ്ടായിരുന്നില്ല. 1 സൈസ് മുതലാണ് സ്റ്റാർട്ട് ചെയ്യുന്നതെന്ന് പറഞ്ഞപ്പോൾ ഞങ്ങൾ കയറിയ പോലെ തന്നെ ഇറങ്ങി ഇങ്ങോട്ട് പോകുന്നു. അതിനുള്ളിൽ കയറി ഓരോന്ന് കണ്ടു കഴിഞ്ഞ് വരുമ്പോഴേക്കും സമയം പോയത് അറിഞ്ഞില്ല. അതുകൊണ്ട് തന്നെ മോന് വിശന്നു തുടങ്ങി. അവൻ അടുത്ത ഫുഡ് അടിക്കുള്ള സമയമായി. മോനെ കൊണ്ട് എങ്ങോട്ടെങ്കിലും പുറത്തേക്ക് ഇറങ്ങുന്നുണ്ടെങ്കിൽ അവനുള്ള ഫുൾ സെറ്റപ്പും എന്റെ ബാഗിലുണ്ടായിരിക്കും. അതുകൊണ്ട് തന്നെ അവനുള്ള പഴം പുഴുങ്ങിയിട്ടാണ് ഞാൻ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നത്. അത് കൊണ്ടുവന്നുകൊണ്ട് ഞാൻ രക്ഷപ്പെട്ടു. അവന്റെ കറക്റ്റ് ടൈം ആയപ്പോഴേക്കും അവൻ അലമ്പുണ്ടാക്കി തുടങ്ങി. അതുകൊണ്ട് ഞങ്ങൾക്കുള്ള ഫുഡ് ഓർഡർ കൊടുത്തിട്ട് ഞങ്ങൾ അവിടെ ഇരുന്നിട്ട് അവന് പഴം കൊടുത്തു. ആദ്യം മോന് ഫുഡ് കൊടുത്ത് തീരുന്ന സമയം കൊണ്ട് ഞങ്ങൾക്കുള്ള ഫുഡ് വന്നിട്ടുണ്ടായിരുന്നു. KFC ആണ് ഞങ്ങൾ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത്. ഈ ഒരു സംഭവം എന്റെ ഡെലിവറിക്ക് ശേഷം ഇപ്പോഴാണ് ഞാനൊന്ന് മറന്ന് കഴിക്കുന്നത്. കാരണം പ്രഗ്നന്റ് ലേഡീസ് ഈ ഒരു സംഭവം കഴിക്കരുതെന്ന് ഇത് നമ്മൾ കടയിലേക്ക് മേടിക്കാൻ ചെല്ലുമ്പോൾ അവർ തന്നെ നമ്മളെ ഇൻഫോം ചെയ്യാറുണ്ട്. അവരുടെ ആ ഒരു പാക്കിങ്ങിലും അത് മെൻഷൻ ചെയ്തിട്ടുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. എന്തായാലും കുറെ കാലത്തെ എന്റെ കാത്തിരിപ്പിന് ശേഷം ഒരു പ്രാവശ്യം ഞാനിത് കഴിച്ചിട്ടുണ്ടെങ്കിലും അന്ന് എനിക്കിങ്ങനെ ആസ്വദിച്ച് കഴിക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. ഇപ്പൊ പക്ഷെ ഞാൻ മറന്ന് കഴിച്ചു. അനുശേട്ടൻ അങ്ങനെ അധികമൊന്നും കഴിച്ചില്ല. അതുകൊണ്ട് തന്നെ മോനെ എടുത്തിട്ട് ഇങ്ങനെ കൊണ്ട് നടക്കുകയായിരുന്നു. ആ ഒരു ഗ്യാപ്പിലാണ് ഞാനും തക്കുടും ഇരുന്നിട്ട് കഴിച്ചിട്ടുണ്ടായിരുന്നത്. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ നേരെ എന്തെങ്കിലും സ്വീറ്റ് കഴിക്കാനാണ് പോയിട്ടുണ്ടായിരുന്നത്. അപ്പൊ തക്കുടുവിന് ഫലൂദ മതി എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അനുശേട്ടൻ ഒരു കോൾഡ് കോഫി മേടിച്ചിട്ട് അതിന്റെ 3/4 ഭാഗം ബാക്കിയും വെച്ചു. KFC കഴിച്ചപ്പോൾ തന്നെ ഞാനൊരു സൈഡായി. അതുകൊണ്ട് തന്നെ ഞാൻ പ്രത്യേകിച്ച് ഒന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. പക്ഷെ തക്കുടു മേടിച്ച ആ ഫലൂദ എനിക്ക് ഭയങ്കര ഇഷ്ടമായി. അനുശേട്ടനും അത് ഭയങ്കര ഇഷ്ടമായി. പിന്നെ ഞങ്ങൾ 3 പേരും കൂടി അത് തന്നെയായി കഴിക്കല്. അങ്ങനെ ഞങ്ങൾ ഫുഡ് അടിയൊക്കെ കഴിഞ്ഞ് പുറത്തേക്ക് ഇറങ്ങി. ഇനി പോവാനായിട്ട് വീണ്ടും ഒരു ഊബർ വിളിച്ചിട്ടാണ് പോകുന്നത്. ക്രിസ്മസ് ന്യൂ ഇയർ ഒക്കെ പ്രമാണിച്ച് പുറത്ത് നല്ല ഡെക്കറേഷൻസ് ഒക്കെ ഉണ്ടായിരുന്നു. അപ്പൊ വണ്ടി വരുന്നത് വരെ ഞങ്ങൾ അവിടെ നിന്നും കുറച്ച് ഫോട്ടോഷൂട്ടൊക്കെ നടത്തി. തിരിച്ചു വരാറായപ്പോഴേക്കും രുദ്രന്റെ ചാർജ് ഏകദേശം തീർന്നു തുടങ്ങി. അവന് നന്നായിട്ട് ഉറക്കം വന്നു തുടങ്ങി. അവൻ സാധാരണ നേരത്തെ കിടന്നുറങ്ങുന്നതാണ്. ഇന്നിങ്ങനെ കുറെ കാഴ്ചകളൊക്കെ കണ്ടു നടക്കുന്നതുകൊണ്ടാണ് കുറച്ചധികം നേരം ഇങ്ങനെ നിന്നത്. വണ്ടിയിൽ കയറി കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും അവൻ സൈഡായി. പിന്നെ വീട്ടിലെത്തിയപ്പോഴേക്കും അവൻ ഉറങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പൊ അത്രയേ ഉള്ളൂ ഇന്നത്തെ നമ്മുടെ ഒരു ഹൈലൈറ്റ് മോൾ വിശേഷങ്ങൾ. ഇനി അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം. ബൈ.